ആര് മാമാമോ? പാപ്പാപ്പുവോ? ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിതാ കാശിക്കുട്ടിനെയും കൂട്ടിന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കാശിക്കുട്ടിനിതാ പോവാനായാൽ പിന്നെ വണ്ടി കയറാനുള്ള തിരക്കുള്ളൂ അവന്. അത് കഴിഞ്ഞാൽ പിന്നെ അവന് ഉറക്കം വരലും ആവിടലും കാര്യങ്ങളായിട്ട് അവൻ ഇങ്ങനെ ചാരി ഇരുന്നോളൂ കേട്ടോ. അപ്പോഴാണ് നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു മാങ്ങ കണ്ട് ആ മാങ്ങ വാങ്ങാൻ ടാറ്റൻ പോവുകയാണ്. ആപ്പിൾ പോലത്തെ മാങ്ങ കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ അതാ ടാറ്റൻ കാശിനെയും കൂട്ടി വാങ്ങാൻ പോയതാണ്. പഴുപ്പൊന്നുമില്ല, ചെറുതായിട്ട് ചെനച്ച കളറാണ് കേട്ടോ. അപ്പോൾ കാണാൻ ഭംഗിയിലുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ വാങ്ങിയതാണ്. വീട്ടിൽ പോയി കഴിച്ച് നോക്കിയാലേ അത് എന്താ പാടെന്നൊക്കെ അറിയുള്ളൂ കേട്ടോ. അങ്ങനെ എന്താ ടാട്ടൻ കാശിനെയും മാങ്ങേനെയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വാങ്ങി വെക്കാം മാങ്ങ കേട്ടോ. ആദ്യം മാങ്ങതാ, അടിപൊളി മാങ്ങ. അവരെന്തോ ഒരു പേര് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ടാറ്റയ്ക്ക് പറഞ്ഞു തന്നതാണ് ഗൈസ്. പക്ഷെ ഞാൻ മറന്നുപോയി. കേട്ടോ, നല്ല ആപ്പിളിൻ്റെ ഷേപ്പുള്ള ഒരു ഉണ്ട മാങ്ങ. ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ വീട്ടിൽ പോയിട്ട് അറിയാം നമുക്ക് കേട്ടോ. കാശിക്കുട്ടൻ മാമിഞ്ഞിന്നാണ് കേട്ടോ മാങ്ങയ്ക്ക് പറയാം. അവൻ്റെ കയ്യിൽ കൊടുക്കാറില്ല, മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്, എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ കഴുകിയിട്ട് വേണം നമുക്ക് കാശിക്കുട്ടന് കൊടുക്കാൻ. കാശിക്കുട്ടന് മാങ്ങ കൊടുക്കാത്ത സങ്കടത്തിൽ മുഖം പൊത്തി ഇരിക്കുകയാണ് കേട്ടോ ആള്. പക്ഷെ ക്യാമറ കണ്ടപ്പോൾ അതാ മാമിഞ്ഞിന്നും പറഞ്ഞ് ചിരിച്ചിരിക്കണ് കണ്ടോ. ബാക്കിലേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ മാങ്ങ, അവൻ കാണാതെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ വിഷയവും കാര്യങ്ങളൊക്കെ മാറി, അവൻ മറന്നൊക്കെ പോയേ. ചെറുതായിട്ട് നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല മഴക്കാറൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കാശിക്കുട്ടൻ അതാ ഉമ്മയൊക്കെ തരണേ. പിന്നെ പാട്ട് കുറച്ച് വോളിയത്തിലിട്ടപ്പം പിന്നെ കാശിക്കുട്ടന് നല്ല ഉറക്കമാണ് കേട്ടോ. ക്യാമറ ഓൺ ആക്കിയിട്ടും ആള് കണ്ടോ മയക്കിൽ പിടിച്ച മാതിരി ഇരിക്കണത്. എനിക്കാണെങ്കിൽ അവൻ്റെ ഫേസ് കണ്ടിട്ട് ചിരി കൺട്രോൾ ചെയ്യാനും പറ്റില്ല. പക്ഷെ ഞാൻ ചിരിച്ച പിന്നെ അവൻ്റെ ഉറക്കവും കാര്യങ്ങളും പോകും കേട്ടോ. കാശിക്കുട്ട ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവനെ സീറ്റ് ബെൽറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ടോ. അവൻ ഉണർന്നിരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റിൻ്റെ ഉള്ളിൽ കയറൂല കണ്ടോ. ആൾ നല്ല ഉറക്കമാണ്. ഞാൻ അറിയാതെ ഇനി അവനെ സീറ്റ് ബെൽറ്റിൻ്റെ ഉള്ളിലാക്കണോ. ആളെ സേഫ് ആക്കി സീറ്റ് ബെൽറ്റിൻ്റെ ഉള്ളിലൊക്കെ എത്തിച്ച് നമ്മൾ വീട്ടിലെത്തി. കാശിനെ നേരെ ബെഡ് കിടത്തി ഞാൻ നേരെ മാങ്ങ കഴുകി വേഗം കട്ട് ചെയ്ത് കഴിച്ച് നോക്കാനാണ് കേട്ടോ പോയത്. ആ മാങ്ങയിൽ ഏറ്റവും കളർ വെച്ചത്, അതായത് നന്നാക്കി പഴുത്ത മാങ്ങയാണ് കേട്ടോ ഞാനെടുത്ത് കട്ട് ചെയ്യണത്. എന്താ പാടുന്നൊന്നും അറിയില്ല. ഞാനത് തോല് ചെത്തുമ്പോഴത്തിന് കാശിക്കുട്ട എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നന്നാക്കി തോലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. തോല് നമുക്ക് കൈ കൊണ്ട് തന്നെ അങ്ങനെ എടുക്കാൻ പറ്റും. എന്നാലും ഞാൻ നല്ലപോലെ കട്ടൊക്കെ ചെയ്ത് നമ്മൾ കഴിച്ച് നോക്കാണ്ടോ. പക്ഷേ മധുരം ഉണ്ടെങ്കിലും ഒന്നും കൂടി പഴുത്താൽ ഒന്നും കൂടി മധുരം ഉണ്ടാവും. കുഴപ്പമൊന്നുമില്ല, നോർമൽ നല്ല നാരും കാര്യങ്ങളൊക്കെ ഉള്ള മാങ്ങയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതാ ടേസ്റ്റൊക്കെ നോക്കി ഇങ്ങനെ കഴിക്കണേ. തുമ്മിമോക്ക് പിന്നെ മാങ്ങ വലിയ ഇഷ്ടമല്ല. ഞാൻ മാങ്ങ കഴിക്കണുണ്ട്. കാശിക്കുട്ടൻ അതിൻ്റെ മണം കിട്ടിയ ആളും ഇതാ വന്നിട്ടുണ്ട് കേട്ടോ മാങ്ങ കഴിക്കാൻ. അതൊക്കെ കഴിഞ്ഞ് തുമ്മീനെ പഠിപ്പിക്കാതിരിക്കുമ്പോഴാണ് കാശിക്കുട്ട ഉണ്ണിക്കണ്ണൻ വെണ്ണ കഴിക്കണത് കണ്ടത്. അവൻ്റെ വിചാരം ഉണ്ണിക്കണ്ണൻ മാമ കഴിക്കുകയാണ്, അവന് കൊടുക്കാതെന്നാട്ടോ. ആര് മാമാമോ? പാപ്പാപ്പുവോ? ശ്രീകൃഷ്ണ മാമാമു കഴിക്കാനില്ലേ? അങ്ങനെ പാപ്പാപ്പൂനും മാമാമൂനും തീരുമാനാക്കി കഴിഞ്ഞ് ഇനി രണ്ടെണ്ണത്തിനെ പിടിച്ച് കിടത്തി ഉറക്കണം. അപ്പോൾ ഓക്കെ, ബൈ.